അതിനവൻ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അതോർത്ത് മനസ്പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ദൈവദാസന്മാർ മനസ്സിലാക്കേണ്ട ഒരു മാർമിക വിഷയം ഇവിടെയുണ്ട് എന്ന് സാന്ദർഭികമായി പറയട്ടെ. ഇവിടെ പരീശന്മാരോടും ശാസ്ത്രിമാരോടും വേണമെങ്കിൽ കർത്താവിന് കുറച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ചു വിടുവാൻ കഴിയുമായിരുന്നു. എന്നാൽ കർത്താവ് അങ്ങനെ ചെയ്യാതെ വളരെ ദൂരെ നിന്ന് തന്നെ അന്വേഷിച്ചു വന്നവരാണ് ഇവരെ. അവരോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പോലും ചിന്തിക്കാതെ കട്ടാൻട്രയായിട്ട് മറുപടി പറയുന്നു. അത് ശിഷ്യന്മാർക്ക് പോലും അതങ്ങോട്ട് സഹിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് അവരുടെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, സത്യം പറയുന്നതിന് ഇതുപോലുള്ളതായ മറകളൊന്നും ആവശ്യമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. സത്യം സത്യമായി തുറന്നു പറയുക. അത് കേൾക്കുമ്പോൾ ആരെങ്കിലും ഇടറുന്നു എങ്കിൽ, ഒഫൻഡഡ് ആകുന്നു എങ്കിൽ അതോർത്തെ നാം മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം സത്യം പറയുമ്പോൾ ഇടറുന്നത് പിതാവ് നട്ടിട്ടില്ലാത്ത തൈകളാണ്. പിതാവ്